ഫസ്റ്റ് മോഡിഫൈഡ് മച്ചാൻ്റെ പുതിയ വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് ബെൻസ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നതോടൊപ്പം നമ്മളിന്ന് അതിൻ്റെ ഗിയർ സിസ്റ്റം അതെങ്ങനെയാണ് ഓടിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ ചുറ്റുമുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഭാഗം നോക്കി കഴിഞ്ഞാൽ കിടുക്കനായിട്ടൊരു ലുക്കുള്ള ഫ്രണ്ട് ഭാഗമാണ് ഭാരത് ബെൻസിൻ്റെ ടാങ്കർ വന്നേക്കണത്. അതുപോലെ ഏകദേശം ഒരു 8 അടി ഹൈറ്റ് നിലവിൽ വിടുന്നുണ്ട്. താഴ്ത്തുന്ന 8 അടി ഹൈറ്റ് ഉണ്ട്. അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു എംബ്ലം പിന്നെ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കിടുക്കനായിട്ടുള്ളൊരു കവള് വന്നിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാക്കാന്നുള്ളൊരു കവള്. പിന്നെ ഇതിൻ്റെ ബമ്പർ ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. സാധാ ബമ്പറിന് ഈ ബെൻസിൻ്റെ ബമ്പറിനേക്കാളും ടോർസിൻ്റെ ബമ്പർ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇത്തിരി ഇതിൻ്റെ ഇത്ര ഉണ്ടാവുള്ളൂ, പകുതി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നല്ല പവറുള്ള ഒരു ബമ്പറാണ്. അതുപോലെ കുട്ടി ബമ്പർ ചെറുതുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഹാലജനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നുള്ള വീഡിയോ ടോസിൻ്റെ ചെയ്തപ്പോൾ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടാകും LED ആണോ ഹാലജനാണോ എന്നുള്ളത്. LED ആണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇത് ഹാലജനാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല ക്യൂട്ട് ലുക്കാണ് കാണാനായിട്ട്. ആരായാലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മോഹിച്ചു പോകുന്ന ആ ഒരു ലുക്കിലാണ് ഭാരത് ബെൻസിൻ്റെ ടാങ്കർ വന്നിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ഇതിൻ്റെ പറയണതെന്ന് വെച്ചാൽ ഗ്ലാസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പുറത്തോട്ട് തള്ളി നിൽക്കണ ആ രീതിയിലാണ് നിൽക്കുന്നത്. വെച്ചാൽ മെയിനായിട്ട് കറക്റ്റായിട്ട് കാണാം. ബാക്ക് ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ സൈഡ് മൺകാടൊക്കെ പുറത്തേക്ക് ചാടിച്ച് ശരിക്കും നമുക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ഇത് നല്ല പവറുള്ള ഇത് തന്നെയാണ്. ഇറങ്ങുന്ന സമയത്തൊക്കെ ഇതുമ്മ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങടിക്ക് സൈഡിലോട്ട് പോകണമെങ്കിൽ ഇതുമ്മ തന്നെ കയറുകയാണ് പോവുകയൊക്കെ ചെയ്യാം. കയറാനായിട്ട് നല്ല ചവിട്ടുപടിയൊക്കെ നല്ല പവറുള്ള ചവിട്ടുപടിയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാറുകളുടെയൊക്കെ ആ ഒരു ടൈപ്പുള്ള ഡോർ സിസ്റ്റം തന്നെയാണ് ഇതിനൊക്കെ വെച്ചിട്ടുള്ളത്. കണ്ട ചെറിയ സ്റ്റിയറിങ്, ഒതുങ്ങിയ സ്റ്റിയറിങ് ആണ്. പിന്നെ ഇതിൻ്റെ മീറ്റർ ബോക്സൊക്കെ നോക്കുമ്പോൾ കണ്ട അടിപൊളിയാണ്. മീറ്റർ ബോക്സൊക്കെ സെറ്റപ്പാണ്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ശരിക്കും ഡ്രൈവർക്കും ഒരു കിളിക്കും അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ ബാക്കിൽ നോക്കി സുഖമായിട്ട് കിടന്ന് യാത്ര ചെയ്യാം. ഇതൊരു എക്സ്ട്രാ സീറ്റും കൂടിയാണ് കണ്ട. ഇതിങ്ങനെ താത്തി വയ്ക്കാം. പിന്നെ മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സ്പേസും കിട്ടും. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വന്നേക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ടോസിൻ്റെ ചെയ്തത് നമ്മൾ സി ഗിയർ അങ്ങനെയുള്ള ആ ഒരു ലെവലൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. ഇതിന് ഓൾറെഡി കാറിൻ്റെ തൊട്ട് തന്നെ 1st 2nd 3rd 4th 5th 6th പിന്നെ റിവേഴ്സ് ഗിയർ. ഓൾറെഡി റിവേഴ്സ് ഗിയറിന് അത്ര ചെറിയ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ റിവേഴ്സ് ഗിയർ ഈ സൈഡിലോട്ടാണ്. കണ്ടില്ലേ? പിന്നെ ഫസ്റ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഗിയർ വേണ്ട, ഈ സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ. ഇപ്പോൾ നിലവിൽ ന്യൂട്രായി. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നടക്കണം വണ്ടി. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ട സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നൊരു സെറ്റപ്പാണ്. AC ഓണാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട AC ഓണായി. ഓൾറെഡി നല്ല പവറാണ് കേട്ടോ. AC ഒക്കെ നല്ല പവറാണ് ഇതിൻ്റെ ഉള്ളിൽ. അല്ല സിമ്പിളായിട്ട് കേട്ടാ ഫസ്റ്റ് ഗിയർ ഇങ്ങനെ എടുത്തിടാം. പതുക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ആക്സിലേറ്റർ പതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങണ്ട. സിമ്പിളായിട്ട് ഓടിക്കുക. ആർക്കും സിമ്പിളായിട്ട് ഓടിക്കുക. നേരെ ന്യൂട്രലാക്കാം. വേണ്ട കാറിൻ്റെ കൂട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് ഇതിനും. നമുക്ക് കാർ ഓടിക്കണ ആ ഒരു ഇത് തന്നെ നമുക്ക് ഭാരത് ബെൻസ് ഓടിക്കാം. അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ വൈപ്പർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
ലൈറ്റ് കാര്യങ്ങൾ, പാസ് കാര്യങ്ങളൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BS4 ആണ്. ഓൾറെഡി ഇത് ഇതിൻ്റെ ടാങ്കറൊക്കെ ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞ് ഏകദേശം ഒരു 22 ലക്ഷം രൂപയോളം നമുക്ക് വരും. ഓൺ ദ റോട്ടിലിറക്കുമ്പോൾ 22 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരും. പിന്നെ ഇത് ടാങ്കറിൻ്റെ ഈ ഷൂ കണ്ടില്ലേ, ഇതിൻ്റെ റിഫൈനറിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം, അതിൻ്റെ സേഫ്റ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല, അതുപോലെ മെമ്മറി കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഓൾറെഡി ഈ സേഫ്റ്റി ഡ്രസ്സ് ഇട്ട് ചെല്ലാം, ലോഡ് എടുക്കാം. കണ്ടേ അത് ഹെൽമെറ്റ് കിടക്കണണ്ട, വേണ്ട ഇതൊക്കെ ഇട്ടിട്ട് വേണം, കിളിയായാലും ഡ്രൈവറായാലും ഇതൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാബിൻ കണ്ടില്ലേ, വിശാലമായിട്ടുള്ള ക്യാബിനാണ് ഇതിൻ്റെ ഉള്ളിൽ. അടിപൊളിയാണ്. സീറ്റൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഫ്രണ്ടിലിരിക്കാം. അതുപോലെ AC ഉണ്ടത്, AC വണ്ടിയാണ്. AC ഉള്ളതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. പിന്നെ മീറ്റർ ബോക്സൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം. ഉണ്ടോ, 2018 മോഡല് വണ്ടിയാണ്. ഈ ഭാഗത്തായിട്ടാണ് ഈ എയർ ടാങ്കിൻ്റെ ഇത് വന്നേക്കണത്, ഒറ്റ ഇതായിട്ട് വന്നേക്കണത്. അതേപോലെ ഈ പാർക്കിങ്ങിൻ്റെ ലൈറ്റ്, ഡീസലിൻ്റെ മീറ്റർ. ഇതിൽ ശരിക്കും ഡിജിറ്റൽ മീറ്ററിൽ ഡീസലിൻ്റെ കേജ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോൾ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു LED ലൈറ്റ് വന്നിട്ടുണ്ട്, രാത്രിയൊക്കെ പോകുമ്പോഴുള്ളൊരു ചെറിയ ലൈറ്റ്. സൈഡ് മിററൊക്കെ നോക്കി കിടക്കലാണ് കേട്ടോ. ബാക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നൊരു കണ്ടീഷനിലാണ് സൈഡ് മിററൊക്കെ വെച്ചിട്ടുള്ളത്. അടിയിൽ നിന്ന് മുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കണ്ട അതിൽ ഇത് ഫ്രണ്ട് ഭാഗം സൈഡ് കിട്ടാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ്. എന്തായാലും വണ്ടീന് ഫാസ്ടാഗിൻ്റെ ഒരു ഇതുണ്ട്, ഫാസ്ടാഗ് ഒരു രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ്. ടാങ്കറൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ ഫയറിൻ്റെ ലൈസൻസ് നിർബന്ധമാണ്. ഈ ഫയറിൻ്റെ ലൈസൻസ് എടുക്കാനൊക്കെ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം മുട്ടത്ത് 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. 1500 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ 3 ദിവസത്തെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഫയറിൻ്റെ ലൈസൻസും കിട്ടും. ഫയർ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാ റിഫൈനറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടികൾ ഒഴിവുണ്ടാവും, ടാങ്കറൊക്കെ ഒഴിവുണ്ടാവും. അല്ലെങ്കിൽ ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാങ്കർ ഓടിക്കാനായിട്ടുള്ള വേക്കൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ടാങ്കർ ഓടിക്കാം. ഓക്കെ, ഇനി നമുക്ക് സൈഡ് ഭാഗം നോക്കാം. ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ റേഡിയൽ MRFിൻ്റെ റേഡിയൽ ടയറിന് ഉപയോഗിച്ചുള്ളത്. അതുപോലെ ഈ ഒരു സംഭവം ഇതുണ്ടോ, ക്യാബിൻ താത്തുന്നതിൻ്റെ പൊക്കുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ട്. എൻജിൻ ഭാഗം നോക്കി, എൻജിനൊക്കെ ഫുള്ള് ഓപ്പണാണ്. ചില വേറെ സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഒന്നും പറയാൻ പറ്റില്ല. പിള്ളേരെ എന്തെങ്കിലുമൊക്കെ വയർ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞൊന്നും നമുക്ക് ചെയ്യാനായിട്ടുള്ള സേഫ്റ്റി ഇവിടെ നിന്നുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. അതായത് ക്യാബിൻ പൊക്കുന്നതിൻ്റെയും താത്തുന്നതിൻ്റെയും ഇതിനുള്ളിൽ ലിവർ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ക്യാബിൻ ഉണ്ടാവും. ഈ ഒരു ആരോ കൊടുത്തലുണ്ട്, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. അല്ല ചെറിയ 2 ബാറ്ററിയാണ്, വലിയ ബാറ്ററി അല്ല, ചെറിയ 2 ബാറ്ററി വന്നിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് ഒരു സേഫ്റ്റി ആയിട്ടുള്ളൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്. വേണ്ട വന്നിടിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട്, ഇടിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഗാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എയർ ടാങ്കാണ്. ഈ പൊതുവിൻ്റെ എയർ ടാങ്ക് മസ്തയുടെ ഐഷൻ്റെ ഉടനുള്ള ചെറിയ 2 ടാങ്ക്. പിന്നെ ഇതിൻ്റെ മൺകാട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കണം മൺകാടാണ്. ഓൺലി ടാങ്കറുകൾക്കൊക്കെ വരുന്ന ഒരു മൺകാട് ഈ ഒരു ടൈപ്പ് ആയിരിക്കുള്ളൂ, റൗണ്ട് സ്റ്റീലിൻ്റെ തന്നെ. നല്ല രസം, ഇത് നല്ല രസമുള്ള ഒരു മൺകാടാണ്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് ബാക്കിൽ നിന്നുള്ള തട്ട് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ചെറിയൊരു ബമ്പറും അതുപോലെ പവറുള്ള നല്ലൊരു ബമ്പറുണ്ട്. പിന്നെ LED ലൈറ്റിലാണ് ബാക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് മെയിനായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, പോലീസിൻ്റെ നമ്പറുകൾ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആംബുലൻസിൻ്റെ ഓൾറെഡി എല്ലാ ടാങ്കറുകൾക്കും അത് നിർബന്ധമാണ്. പിന്നെ ഇതൊരു ഐഷൻ്റെ ടൂൾ ബോക്സ്, ഐഷൻ്റെ ബോക്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ടൂൾ ബോക്സ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പൈപ്പ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് വഴിയാണ് ലോഡ് നമ്മൾ ഇറക്കണം. അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ട, ഈ ഡേഞ്ചറിന് വെച്ചാൽ ഈ ബോക്സ് സംഭവം ഇതിങ്ങനെ തുറക്കാവുന്ന സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ പൈപ്പ്. ഈ പൈപ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ പമ്പിലോട്ടൊക്കെ നമ്മൾ ഈ ഡീസൽ പെട്രോളൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണത്, ഇവിടെ നിന്ന് കണക്ട് ചെയ്താണ് കൊടുക്കണത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ലിറ്ററാണ്.
ഏകദേശം 12,000 വരും ഇതിൻ്റെ ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ. ആർട്ട് ബ്ലൂവിന് ശരിക്കും 1200 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. ലിറ്ററിന് 1200 ആ റേഞ്ച് ഉണ്ട് ആർട്ട് ബ്ലൂവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹൗസിംഗ് ആണ്. അതുപോലെ ഇതിൻ്റെ ലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോർച്ചിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ റിട്ടേണായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വരികയാണ് ചെയ്തത്. കണ്ട ശരിക്കും ഈ ലീഫ് അങ്ങടിക്ക് തിരിഞ്ഞാണ് ഇരിക്കുകയാണ്, കമന്നാണ് ഇരുന്നത്. പക്ഷേ ഇത് ഓൾറെഡി ഐഷറിൻ്റെ മസ്റ്ററൂട്ട് തന്നെ തിരിച്ച് കമത്തല്ല, തിരിച്ച് ഇങ്ങോട്ടുള്ള സെറ്റപ്പിലാണ് ലീഫൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ട അടിപൊളി സ്റ്റെപ്പിന് വയ്ക്കാനുള്ള ഒരു സ്ഥലവുമുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗം നമുക്ക് നോക്കാം. ഇതിൻ്റെ തുറക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ടാങ്കിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് കയറാനായിട്ടുള്ളൊരു ഏണി ഇവിടെ സെറ്റാണ്. വേണ്ട നേരെ ഈ പടിയും വെച്ചോട്ടാ നേരെ അമേരിക്ക നമുക്ക് കയറാം. സിമ്പിളായിട്ട് ഇങ്ങനെ കയറി മുകളിലോട്ട് ഇങ്ങനെ എത്താണ്ട. അടിപൊളി. ഇവിടെ നേരെ തുടങ്ങി ഇങ്ങനെ ഒരു ഏണി വെച്ചേക്കാണ്. കണ്ട 3 ബോക്സാണ് നിലവിലുള്ളത്. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 ലിറ്ററാണ്. മൊത്തത്തിൽ 12,000 ലിറ്ററാണ് ഇതിനകത്ത് കൊള്ളണത്. 4000 ലിറ്ററാണ് ഇതിനകത്ത് നിലവിൽ കൊള്ളണത്. ഇത് ഓൾറെഡി മൊത്തത്തിൽ അവിടെ നിന്ന് ഈ ലോക്കാണത്. ഇപ്പോൾ ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഇത് അവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് നീക്കി കഴിഞ്ഞാലാണ് കണ്ടത്. കാരണം ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് തുറന്നിട്ട് ഇവിടെ നിന്ന് എങ്ങടേക്ക് നീക്കി കഴിഞ്ഞാലാണ് മൊത്തത്തിൽ ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കായിട്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല. കണ്ട മൊത്തത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ ലോക്ക് നമുക്ക് ശരിക്കും തുറക്കാനായിട്ട് പറ്റുള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് വേണ്ടി ഓൾറെഡി സ്പോൺസർ ചെയ്തിട്ടുണ്ട് SN റോഡ് ലൈൻസ് ആണ്. SN ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടി വീഡിയോ ഒന്ന് സ്പോൺസർ ചെയ്തത്. അവരൊരു വണ്ടി നമുക്കിന്ന് വീഡിയോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും.